വീണ്ടും ഒരു ഓണക്കാലം കൂടി ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഓണാഘോഷം. ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മ ഉണ്ട്, അതായത് അയൽവക്കത്തുള്ള ഒരു 5-6 വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു കൂട്ടായ്മ. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് നൈബേഴ്സ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ഓണാഘോഷമായിരുന്നു ഈ ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ, എല്ലാ ഭാഗങ്ങളൊന്നും ഇല്ല, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാലത്ത് തന്നെ നമ്മൾ വൈകുന്നേരത്തിനുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷനൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണിയാണ് നമ്മൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ആണുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെണ്ണുങ്ങൾ ഡാൻസ് കളിയും ഒരുക്കവും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 4:30-5 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 മണിയിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും റെഡി ആയിട്ട് തിളങ്ങി സുന്ദരിമണികളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ കൈക്കുട്ടുകളെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 1-1.5-2 മാസത്തോളമുള്ള ഞങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ 3 കളി കളിക്കുന്നുണ്ട്. ഒരു തിരുവാതിരക്കളിയും അതുപോലെ തന്നെ 2 കൈക്കൊട്ടുകളിയാണ് കളിക്കുന്നത്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർ മാത്രമേ കാണുള്ളൂ കേട്ടോ ഈ ഒരു പരിപാടിയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൂക്കളിട്ടതിൻ്റെ നടുക്കിലൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. നിലവിളക്ക് തന്നെ ചേച്ചി കത്തിച്ചു കൊടുത്തേക്കാണ്. പിന്നെ ഈ ഒരു പരിപാടി നമ്മൾ നടത്തുന്ന ഒരു വീട്ടിലാണ് കേട്ടോ, അതായത് നമ്മൾ മീറ്റിങ്ങും എല്ലാതും കൂടുന്നത് ഈ ശ്രീധരമ്മൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി നമ്മൾ നടത്തുന്നതും. ഈ കളിക്കുന്നതിൽ ആരും തന്നെ പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിച്ചുള്ളവരോ ഒന്നല്ല കേട്ടോ. നമുക്ക് അറിയുന്ന രീതിയിൽ, നമുക്ക് കിട്ടുന്ന രീതിയിൽ എല്ലാവരും കൂടി സഹകരിച്ച് കളിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഇതേമാതിരി ഓണാഘോഷം ഉണ്ടായപ്പോൾ നമ്മൾ 2 കളിയാണ് കളിച്ചത്. ഒരു തിരുവാതിരക്കളിയും അതുപോലെ തന്നെ ഒരു വട്ടക്കളിയാണ് കളിച്ചത്. ഇത്തവണ നമ്മൾ ഒരെണ്ണം കൂടിയും കൂട്ടിയിട്ടുണ്ട്. മൊത്തം 3 കളികൾ നമ്മൾ കളിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്കലാപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിയപ്പോൾ നമ്മൾ വീട്ടിലായിരുന്നു. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിലുള്ള മിക്കവരും വീട്ടിൽ പോയേക്കായിരുന്നു. അവരവിടെ നിന്ന് കുറച്ച് ദിവസം നിന്നതിന് ശേഷം തിരിച്ച് ഞായറാഴ്ച വന്നവരുണ്ട്, ശനിയാഴ്ച വന്നവരുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റെപ്പ് തെറ്റുമോ എന്നുള്ള ആ ഒരു അങ്കലാപ്പൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ആദ്യത്തെ കളി തന്നെ നമ്മൾ അതിഗംഭീരമായിട്ട് തെറ്റിക്കാണ്ട് സക്സസ് ആയിട്ട് തന്നെ കളിച്ചു. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളാണ്. നമുക്ക് ഇഷ്ടമുള്ള പരിപാടി നമുക്ക് അവതരിപ്പിക്കാം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കായാലും അവരുടെ ടാലൻറ്റ് അനുസരിച്ചുള്ള എന്ത് കളി വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കസാരക്കളിയിലേക്ക് കടന്നു. കുട്ടികളെയാണ് കസാരക്കളിയിൽ ആദ്യം തന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പാട്ട് വെച്ചിട്ടാണ് ഈ കിടന്ന് കസാരയുടെ ചുറ്റും കറങ്ങുന്നത് കേട്ടോ. പാട്ട് നിർത്തി വിസിലടിച്ചതും എല്ലാവരും കസാരയിൽ സ്ഥാനം ഉറപ്പിച്ചു. പക്ഷെ കല്യാണിക്ക് മാത്രം കസാര കിട്ടിയില്ല. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കല്യാണി ഔട്ടായി. അവൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചെങ്കിലും അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം എന്താന്നുള്ളത്. അതിന്റെ ദേഷ്യവും കോപമൊക്കെയാണ് മുഖത്ത് കാണുന്നത്. രണ്ടാമത് കസാര കളിച്ചത് അമ്മമാരും അതുപോലെ തന്നെ പെൺകുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പാട്ടൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ കസാരയുടെ ചുറ്റും വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. അമ്മയും മോളും ഒരുപോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കസാരക്കളിയിൽ ആദ്യം തന്നെ ഞാൻ പുറത്തായിട്ടോ. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ പുറത്തായി. അതിനുശേഷം പിന്നെ ആണുങ്ങളുടെ കസാരക്കളി ഉണ്ടായിരുന്നു. അപ്പോൾ 3 ട്രിപ്പ് കസാരക്കളി കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത വട്ടക്കളി കളിക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വട്ടക്കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ഡാൻസുകളൊക്കെ കണ്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓവൻ സ്റ്റെപ്പ് ഒന്നല്ല, ഓരോ വീഡിയോസ് ഇങ്ങനെ വെച്ച് അതൊക്കെ കണ്ടിട്ടാണ് പഠിക്കുക. പിന്നെ ഈ ഒരു 3 വട്ടക്കളിയുടെയും പാട്ട് നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. പാട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഉള്ള ഒരു പ്രശ്നം കൊണ്ടാണ് പാട്ട് ഇതിൽ പ്ലേ ചെയ്യാനായിട്ട് പറ്റാത്തത്. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതും. അപ്പോൾ ഈ ഒരു കളിയും നല്ല അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള കളികൾ കളിച്ച് ക്ഷീണാവുന്നതിന് മുൻപാണ് ഞങ്ങളുടെ ഈ ഒരു വട്ടക്കളി കളിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഓരോരോ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത്ര നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. കാരണം അധികം വെയിലില്ല, അധികം ചൂടില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാതും ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വടംവലിയാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നത് വടം വലിക്കുമ്പോൾ പൊട്ടിയിട്ട് താഴ്ത്ത് വീഴുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ വടംവലി നടത്തി. കുട്ടികൾ അക്ഷയൊക്കെ അതിശക്തമായിട്ട് തന്നെ വലിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര പോരാട്ടത്തിലാണ് അവർ. പക്ഷെ അക്ഷയുടെ ടീമാണ് തോറ്റിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പെണ്ണുങ്ങളുടെ വടംവലി വെച്ചു. പെണ്ണുങ്ങളുടെ വടംവലി അതെ അതിശക്തമായിട്ട് തന്നെ നമ്മൾ ആഞ്ഞു പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വടംവലിയിൽ എൻ്റെ ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ടീമെന്നല്ല, എൻ്റെ ബാക്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമാണ് ജയിച്ചത്. അപ്പോൾ ഞാനും നല്ല ശക്തിയായിട്ട് വടം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വീഴാനൊക്കെ പോയി, എങ്കിലും നമ്മളത് വിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ജയിച്ചു.
അതിനുശേഷം ആണുങ്ങളുടെ വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളുടെ വടംവലിയിലും ഒരു ടീം ജയിച്ചു. അതിനുശേഷമാണ് നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിയിട്ട് വടം വലിച്ചേട്ടോ. വടം വലിച്ച അവസാനം കയറ് പൊട്ടി പെണ്ണുങ്ങളൊക്കെ താഴ്ത്ത് കിടക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ആണ് ശരിക്കും എടുക്കേണ്ടിരുന്നത്. ഒരു വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു കേട്ടോ അത്. പക്ഷേ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും തന്നെ വടം വലിക്കാനായിട്ട് നിന്നപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് മിസ്സായി പോയത്. അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വടംവലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തുക എന്നുള്ള പരിപാടിയാണ് നടത്തിയത്. സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് കണ്ണ് കെട്ടുന്നതിന് മുൻപായിട്ട് സുന്ദരിയുടെ മൂക്കിന്റെയും കണ്ണിന്റെയും പിരികത്തിന്റെയും അതുപോലെ തന്നെ മുഖത്തിന്റെ ഏകദേശ രൂപവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു കണ്ണ് കെട്ടി കറക്കിയത് കേട്ടോ. കറക്കിയതിന് ശേഷം എല്ലാ അളവും തെറ്റി സുന്ദരിയുടെ മൂക്ക് എവിടെയാണ് കണ്ണ് എവിടെയാണെന്ന് ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവസാനം ഏകദേശമൊക്കെ ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പൊട്ടുകുത്തി അത് പിരികത്തിന്റെ തൊട്ടിങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയും നമ്മൾ സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ അവസാനത്തെ വട്ടകളിയായിരുന്നു. ഈ ഒരു വട്ടക്കളി അവസാനത്തെ ആയതുകൊണ്ടോ എനിക്കറിയില്ല, പാട്ടിൻ്റെ ആണോ എന്നും എനിക്കറിയില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചാടി ചിരിച്ച് ഹാപ്പി ആയിട്ട് തന്നെ കളിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വട്ടക്കളിയുടെ അവസാനത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പാട്ട് നമുക്ക് ഇടാൻ പറ്റാത്തത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ തെറ്റാണ്ട് എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി കുറേ പരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. കുറേ എന്താ പറയുക, ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് വേണം നമുക്ക് വരാനായിട്ട്. വട്ടക്കളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് മാറാനായിട്ട് പോയി. അവസാനം നമ്മൾ മംഗളം ചൊല്ലി ഡാൻസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ കുട്ടികളും മുതിർന്നവരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും പാട്ട് വെച്ച് ഭയങ്കര കളിയായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അപ്പോൾ ആ ഒരു കളിയിൽ നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടി ഡ്രസ്സ് മാറ്റി വന്നു. അതിനുശേഷം നമുക്കിവിടെ വേറെ കലാപരിപാടികൾ നടത്തണം. അപ്പോഴേക്കും കുട്ടികൾക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ വിശന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് ബിരിയാണി കണ്ട് വിളമ്പാൻ തുടങ്ങി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി എല്ലാവരും കഴിച്ചു. കുട്ടികൾക്ക് ആദ്യം കൊടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒറ്റ ട്രിപ്പായിട്ട് 2 മേശയൊക്കെ അടുപ്പിച്ചിട്ടിട്ട് സ്വന്തമായിട്ട് വിളമ്പുക, സ്വന്തമായിട്ട് കഴിക്കുക, അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കഴിച്ചത്. ഇതൊരു സന്തോഷമുള്ളൊരു ഓണായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒറ്റ കൊല്ലം ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, പക്ഷേ എന്തോ ഇക്കൊല്ലം ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. 10 മണി വരെയാണ് നമുക്ക് മൈക്കും സ്പീക്കറും ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത്. അതുവരെ നമുക്ക് എല്ലാ പരിപാടികളും നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഉറിയടിയോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ഓണം നമ്മൾ അവസാനിപ്പിച്ചത്. എങ്കിലും വീട്ടിലേക്ക് പോകാനായിട്ട് ആർക്കും തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിരുന്ന് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ടീമായിട്ടിരുന്ന് അന്താക്ഷരി കളിക്കുക വരെ ഉണ്ടായി. അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഓണാഘോഷം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത്? നിങ്ങളുടെ ഓണം ഇതുപോലെ അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.